അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന 2ാം ക്ലാസ്സിന്റെ തജ്വീദുൽ ഖുർആനിൽ ഒരു മോഡൽ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. 100 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്താനാണ്. ഓരോ ചോദ്യങ്ങൾക്കും 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിന് ശരിയായതിന് ടിക്ക് ചെയ്യാം. ഒന്നാമത്തത് തജ്രി എന്നതിലെ ആദ്യത്തെ അക്ഷരം ജീമ് താ ബ ഏതായിരിക്കും? താ ആയിരിക്കും അല്ലെ? തജിരി താ അല്ലെ വരിക. രണ്ടാമത്തത് വയംനൗന എന്നതിൽ അക്ഷരങ്ങൾ 8, 6, 7 എണ്ണി നോക്കൂ. എത്ര ഉണ്ട്? 7 എണ്ണം അല്ലെ? 7 അക്ഷരങ്ങളാണ്. മൂന്നാമത്തത് ഫ അമ്മൽ ലതീമ എന്നതിലുള്ള അലിഫുകൾ 2, 4, 3 എണ്ണി നോക്കൂ. എത്ര അലിഫുണ്ട്? 3 അലിഫ് അല്ലെ? നാലാമത്തത് ഉലായിക്ക എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരമുണ്ട്. ഏതാ? വാവ്, ലാമ്, ഹംസ. ഏതായിരിക്കും അത്? വാവ് അല്ലെ? ഉലായിക്ക വാവ് ഉച്ചരിക്കുന്നില്ല. അഞ്ചാമത്തത് ഹുനഫ എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഹംസ, ഫാ, ഹ. ഏതായിരിക്കും? ഹുനഫ. ഏതക്ഷരം? ഫാ അല്ലെ? ഫാ ആണെന്ത്? നീട്ടി ഓതേണ്ട അക്ഷരം. ആറാമത്തത് ബോസിറ എന്നതിൽ 2ാമത്തെ അക്ഷരം മീമ്, ഐന്, സ്വാദ്. ഏതാണ്? ബോസിറ. ഏതായിരിക്കും? ഐനാണ് അല്ലെ? ഏഴാമത്തത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ഇതില് മണിച്ചു ഓതേണ്ട അക്ഷരം മീമ്, ബാ, ദാല്. അമ്മ ഏതായിരിക്കും? മീമാണ് മണിച്ചോതേണ്ടത്. എട്ടാമത്തത് ഫവസത്വന ബിഹി ജംഅ. ഇതിൽ ഹായിനെ നീട്ടി ഓതണം, മണിച്ചു ഓതണം, ഉച്ചരിക്കരുത്. എങ്ങനെ നമ്മൾ ഓതിയത്? ഫവസത്വന ബിഹി ജംഅ, നീട്ടിയിട്ട ഓതിയേണ്ടത് അല്ലെ? അപ്പൊ അതാണ് ശരി. വതകൂനു ലഹ്റക കഫറു. 3 വാക്കിലുള്ള അക്ഷരം. ഇവിടെ 3 വാക്കുണ്ട്. തകൂനു, ലഹ്റക, കഫറു. റാ, കാഫ്, വാവ്. ഏതായിരിക്കും? കാഫാണ് അല്ലെ? വതകൂനു ലഹ്റക കഫറു. 3 വേർഡിൽ എന്തുണ്ട്? കാഫുണ്ട്. 10ാമത്തത് ഷദ്ദുള്ളപ്പോൾ മണിച്ചു ഓതേണ്ട അക്ഷരങ്ങൾ ലാമ്, റാ, ബാ, ഫാ, മീമ്, നൂന്. ഏതായിരിക്കും? മീമ്, നൂനാണ് അല്ലെ? മണിച്ചോതേണ്ട അക്ഷരങ്ങൾ ശ്രദ്ധുണ്ടാകുമ്പോ എന്ന് പറയുന്നത് പോലെ ചേരുമ്പടി തീർക്കുക. 11 ത്വാ ഉള്ള വാക്ക് ലെറ്റർ ഇ. ഫവസത്വന ത്വാ ഉണ്ട് അവിടെ. 12ാമത്തത് സ്വാദുള്ള വാക്ക് ലെറ്റർ സി. നസ്റുല്ലാഹ്. 13 ളാദുള്ള വാക്ക് ലെറ്റർ എ. തളലീൽ. 14 ഐനുള്ള വാക്ക് ലെറ്റർ ബി. തഅബുദൂൻ. 15ാമത്തത് ഖാ ഉള്ള വാക്ക് ഏതായിരിക്കും? ലെറ്റർ ഡി. യദ്ഖുലൂൻ അല്ലെ? യദ്ഖുലൂൻ. ഇനി പൂരിപ്പിക്കുക. 16ാമത്തത് ഫസനിയസ്സിറുഹു ലിൽ ഉസ്റ എന്നതിൽ ഹാഇനെ എന്ത് ചെയ്യണം? നീട്ടി ഓതണം. ഫസനിയസ്സിറുഹു ലിൽ ഉസ്റ നീട്ടിയിട്ടാണ് ഓതിയത്. 17 വതൂരി സീനീന എന്നതിൽ 9 അക്ഷരങ്ങളുണ്ട്. എണ്ണി നോക്കൂ. 9 അക്ഷരങ്ങളാണുള്ളത്. 18ാമത്തത് വമാ അദ്റാക എന്നതിൽ മീമിനെ കൂടുതൽ നീട്ടി ഓതണം അല്ലെ? വമാ നീട്ടിയാണ് ഓതേണ്ടത്. 19ാമത്തത് ജഹന്നം എന്നതിൽ നൂനിനെ മണിച്ചോതണം. ജഹന്നം നൂനിനെയാണ് മണിച്ചോതിയത്. 20ാമത്തത് അഖ്റജത്തിൽ അർളു എന്നതിൽ അലിഫിനെ ഉച്ചരിക്കരുത്. അഖ്റജത്തിൽ അർളു. താകെതിൽ അലിഫ് വരുന്നുണ്ട്, പിന്നെ ലാം വരുന്നുണ്ട്. അലിഫിന് എന്ത് ചെയ്യാൻ പാടില്ല? ഉച്ചരിക്കാൻ പാടില്ല കൂട്ടി വായിക്കുമ്പോ. ഇനി നോക്കൂ. 21ാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21 ലം ജലിദ് വലം ജൂലദ് എന്നതിൽ എത്ര ലാമുണ്ട്? 4 ലാമാണുള്ളത് അല്ലെ? ലം ജലിദ് വലം ജൂലദ്. 22 ഇദാ ജാ എന്നതിൽ കൂടുതൽ നീട്ടി ഓതാൻ അക്ഷരം ഏതാണ്? ഇദാ ജാ ഏതായിരിക്കും? ജീമാണ്. 23 കാസ്ഫിൻ എന്നതിൽ ഐനിന് ശേഷമുള്ള അക്ഷരം ഏത്? സ്വാദാണ്. കാസ്ഫിൻ അല്ലെ? സ്വാദാണ്. 24 ഗൈറിൽ മഗ്ലൂബി എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? എണ്ണി നോക്കൂ. 9 അക്ഷരം ഉണ്ടായിരിക്കാം. എത്ര? 9. 25ാമത്തത് അൻഖല ലഹ്റക്. ഇതിൽ ളാദുള്ള വാക്കിയത് ഏതായിരിക്കും? അൻഖല അല്ലെ? അതായിരിക്കും അൻഖല. അടുത്ത ആക്ടിവിറ്റി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 26ാമത്തെ ചോദ്യം
ഇന്നഹു കാന എന്നതിൽ ഹാഇന് ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിനാണ്? ഇന്നഹു, കണ്ടോ, എന്തിനാണത്? ഹാഇനെ നീട്ടാൻ. ഇന്നഹു കാന. 27ാമത്തെ ചോദ്യം, ലഹുദ്ദീൻ എന്നതിൽ അലിഫിന് മുകളിൽ ചെറിയൊരു സ്വാദ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? സ്വാദിന്റെ തല കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? കൂട്ടി വായിക്കുമ്പോൾ അലിഫിനെ വായിക്കാതിരിക്കാനാണ്. ലഹുദ്ദീൻ, എവിടെ അലിഫുള്ളത്? ലഹു എന്ന ഹാഇന് ശേഷമുള്ള അലിഫ് അല്ലെ, അതിന്റെ മേലെ കണ്ടോ ചെറിയൊരു സ്വാദ്, സ്വാദിന്റെ തല. 28ാമത്തെ ചോദ്യം, അഷിത എന്നതിൽ താഇന് ശേഷം മദ്ദിന്റെ ചിഹ്നം കണ്ടോ? ഈ സിമ്പൽ കൊടുത്ത എന്തിനാണ്? താഇന് മദ് ചെയ്തു ഓതാൻ. മദ്ദിന്റെ ചിഹ്നം കൊടുത്ത എന്തിനാണ്? മദ് ചെയ്തു ഓതാൻ. ചോദ്യം 29, സൂറത്തുൽ ഫാത്തിഹയിൽ ഐനുള്ള 2 വാക്കുകൾ ഏതായിരിക്കും? അൻഅംത, മറ്റൊന്ന് അലൈഹിം അല്ലെ, 2 ഐനുണ്ട്. ചോദ്യം 30, വസ്ജുദ് വഖ്തരിബ്, ഇവിടെ ഒരു ചിഹ്നം കണ്ടോ? ഈ ചിഹ്നം കൊടുത്ത എന്തിനാണ്? തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ. ആയത്തോതി കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒരു സുജൂദ് ചെയ്യണം. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയാം. ചോദ്യം 31, വതകൂനുൽ ജിബാലു എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരങ്ങൾ എത്ര? ഏതെല്ലാം? 2 ഉള്ളത്. ഏതൊക്കെ? കാഫ്, ബാ. വതകൂനു, ജിബാലു, 2 അക്ഷരമാണ് നീട്ടി ഓതേണ്ടത്. 32ാമത്തെ ചോദ്യം, അജ്റുൻ ഗൈറു മംനൂൻ എന്നതിൽ തൻവീനുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം? റാ, നൂനാണ് അല്ലെ. അജ്റുൻ ഗൈറു മംനൂനിൻ, 2 അക്ഷരമാണ് എന്തുള്ളത്? തൻവീനുള്ളത്. ഇനി അവസാനത്തെ ഒരു ചോദ്യം, 33ാമത്തെ ചോദ്യമാണ്. ജന്നാത്തു അദനിൻ തജ്രി എന്നതിലുള്ള 10 അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതാം അല്ലെ, ഓരോന്ന് എണ്ണി നോക്കിയാൽ മതി. ജീമ്, നൂന്, താ, ഐന്, ദാല്, നൂന്, താ, ജീമ്, റാ, യാ എന്നിങ്ങനെ 10 അക്ഷരങ്ങളുള്ളത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും പഠിക്കാനുള്ള താല്പര്യവും നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.